ഡോക്ടറെ റിപ്പോർട്ട് ഒന്ന് നോക്കൂ. എൻ്റെ അനിയത്തിയുടേതാ. പീരീഡ്സ് മിസ്സായിട്ട് 2 months ആയി. പക്ഷെ ഗ്രോത്ത് 1.5 month കാണിക്കുന്നുള്ളൂ. അപ്പോൾ ബേബി നോർമലായിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ എല്ലാ പേഷ്യൻസിനും കൃത്യമായിട്ടായിരിക്കില്ല പീരീഡ്സ് വരുന്നത്. കൃത്യമായിട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 28 to 30 ഡേ സൈക്കിൾ ആയിരിക്കില്ല. അതൊരു 35 ദിവസം കൂടുമ്പോൾ വരുന്ന ഒരു പീരീഡ്സ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസ്പാരിറ്റി നമ്മുടെ സ്കാനിൽ കാണിക്കും. അതായത് 2 മാസത്തെ ഗർഭം ഉണ്ടെങ്കിലും ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് 1.5 മാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് 7 days താഴെയാണെങ്കിൽ നമ്മൾ ആ പീരീഡ് മിസ്സായിട്ടുള്ള എത്രയുണ്ട് ഗ്രോത്ത് അത് വെച്ചിട്ടുള്ള ഡെലിവറി ഡേറ്റ് എടുക്കും. പക്ഷേ ഇത് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ് ടു 2 weeks വരെ പോകുമ്പോഴത്തേക്ക് വ്യത്യാസം ഉണ്ടാവും ഡെലിവറി ഡേറ്റിൻ്റെ അകത്ത്. പീരീഡ് മിസ്സായിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടുള്ള ഡെലിവറി ഡേറ്റും സ്കാനിൻ്റെ അകത്ത് വരുന്ന ഡെലിവറി ഡേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് തന്നെ അതാണ്. നമ്മൾ ഡേറ്റും വയബിലിറ്റിയും നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും വ്യത്യാസം വരുമ്പോൾ നമ്മൾ സ്കാനിൽ ഉള്ള ഡെലിവറി ഡേറ്റ് ആണ് എടുക്കുന്നത്. ഈ ഒരു ഡിസ്പാരിറ്റി ലാസ്റ്റ് വരെ ഉണ്ടാവും. അപ്പോൾ ഈ 12 weeksലും 20 weeksലും ഒക്കെ വരുന്ന ഡേറ്റുകൾ മാറി മാറി വരുമ്പോഴത്തേക്ക് പേഷ്യൻസിന് കൺഫ്യൂഷൻ ആവും. ഇനി 8ാം മാസത്തെ സ്കാൻ വരുമ്പോഴത്തേക്ക് അതിലും മാറി വരും. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റ് ആണ് നമ്മൾ ഡെലിവറി ഡേറ്റിന് എടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്കാന് റെഫറൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഡേറ്റ് എടുക്കും. ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഒക്കെ നോർമൽ ആണെങ്കിൽ ഈ ഒരു വ്യത്യാസം പ്രശ്നമുള്ളതല്ല. ബേബി ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും.